ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഊട്ടി കണ്ടു മടുത്തവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഊട്ടിയിൽ നിന്ന് 19 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനായ കൂനൂർ. തേയിലത്തോട്ടങ്ങൾക്കും പ്രകൃതി ഭംഗിക്കും കോട നിറഞ്ഞ കാലാവസ്ഥയ്ക്കും പേര് കേട്ടതാണ് കൂനൂർ. കൂനൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളും അവിടുത്തെ ടൈം, ചാർജ്, ലൊക്കേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കെറ്റി വാലി. ഊട്ടിക്കും കൂനൂരിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്പോട്ടാണ് കെറ്റി വാലി. നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിൽ പച്ച പുതച്ച കൃഷിയിടങ്ങളും ചെറിയ ഗ്രാമങ്ങളും ചേർന്ന അടിപൊളി കാഴ്ചയാണ് സഞ്ചാരികൾക്ക് ഇവിടെ സമ്മാനിക്കുന്നത്. കൂനൂരിലേക്കുള്ള യാത്രയിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലം കൂടിയാണിത്. ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കുള്ള ടോയ് ട്രെയിൻ ഇതുവഴിയാണ് പോകുന്നത്. ഊട്ടി കൂനൂർ റൂട്ടിലെ ചുരത്തിന് മുകളിലെ വ്യൂ പോയിന്റിൽ നിന്ന് കെറ്റി വാലിയുടെ ദൂരകാഴ്ചകളൊക്കെ കാണാൻ പറ്റും. മദ്രാസ് റെജിമെന്റ് മ്യൂസിയം. കെറ്റി വാലി വ്യൂ പോയിന്റിൽ നിന്ന് 11 കിലോമീറ്റർ മാറി വെല്ലിംഗ്ടൺ ആർമി ക്യാമ്പിലാണ് മ്യൂസിയത്തിന്റെ ലൊക്കേഷൻ വരുന്നത്. ഇന്ത്യൻ ആർമിയുടെ അഭിമാനകരമായ മദ്രാസ് റെജിമെന്റിന്റെ ചരിത്രവും വീരഗാഥകളും പ്രദർശിപ്പിക്കുന്ന മ്യൂസിയമാണിത്. റെജിമെന്റിന്റെ ആയുധങ്ങൾ, ചരിത്രപരമായ രേഖകൾ, യൂണിഫോമുകൾ, ടിപ്പു സുൽത്താന്റെ വാൾ, യുദ്ധസ്മരണകൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിക്കുന്നു. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ചൊവ്വാഴ്ച അവധിയാണ്. മ്യൂസിയത്തിൽ ഫോട്ടോഗ്രാഫി അനുവദിക്കില്ല. ഇവിടെ തന്നെ വെല്ലിംഗ്ടൺ ലേക്ക് പാർക്കും വരുന്നുണ്ട്. സിംസ് പാർക്ക്. ബസ് സ്റ്റാൻഡിൽ നിന്നും 3 കിലോമീറ്റർ മാറി കൂനൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് സിംസ് പാർക്ക്. പൂക്കളും മരങ്ങളും നിറഞ്ഞ ഗാർഡനിൽ പെഡൽ ബോട്ടിങ്ങിനുള്ള സൗകര്യം വരുന്നുണ്ട്. കുട്ടികളും ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണിത്. അഡൾട്ടിന് 75ഉം കിഡ്സിന് 40 രൂപയാണ് ചാർജ് വരുന്നത്. രാവിലെ 7 മണി മുതൽ 6:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഹൈഫീൽഡ് ടീ ഫാക്ടറി. സിംസ് പാർക്കിൽ നിന്നും 2 കിലോമീറ്റർ മാറി നീലഗിരി മലനിരകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും അതിമനോഹര കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ടീ എസ്റ്റേറ്റ് ആണിത്. തേയില പറിക്കുന്നത് മുതൽ ചായപ്പൊടിയുടെ പാക്കേജിംഗ് വരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ചോക്ലേറ്റ്, സ്പൈസസ്, ഓയിൽ എല്ലാം ഇവിടുന്ന് വാങ്ങാനും പറ്റും. 50 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. 9 മണി മുതൽ 6 മണി വരെയാണ് എൻട്രി ടൈം. ലാംസ് റോക്ക്. ഹൈഫീൽഡ് ടീ എസ്റ്റേറ്റിൽ നിന്നും 7 കിലോമീറ്റർ മാറിയാണ് ലാംസ് റോക്ക് വ്യൂ പോയിന്റിന്റെ ലൊക്കേഷൻ വരുന്നത്. അഡൾട്ടിന് 40ഉം കിഡ്സിന് 20 രൂപയാണ് ചാർജ്. ടിക്കറ്റ് എടുത്ത് ഫോറസ്റ്റ് വാക്ക് വേയിലൂടെ നടന്നു വേണം വ്യൂ പോയിന്റിലേക്ക് എത്താൻ. വാച്ച് ടവറിൽ നിന്ന് മലനിരകളുടെയും താഴ്വരയുടെയും അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഡോൾഫിനോസ് വ്യൂ പോയിന്റ്. ലാംസ് റോക്കിന്റെ മറ്റൊരു സൈഡാണ് ഡോൾഫിനോസ്. വ്യൂ പോയിന്റിന്റെ അടുത്ത് വരെ വാഹനം എത്തുന്നതുകൊണ്ട് തന്നെ അധികം നടക്കാതെ തന്നെ സ്പോട്ടിലേക്ക് എത്താം. അഡൾട്ടിന് 40ഉം കിഡ്സിന് 20 രൂപയാണ് ചാർജ്. അധികമൊന്നും ഇവിടെ കാണാനില്ല. വാച്ച് ടവർ ചുറ്റി വാക്ക്വേയിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിന്റെയും മലനിരകളുടെയും ദൂരകാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലാംസ് റോക്കിന് പകരം ഇവിടേക്ക് വരാം. ഇങ്ങോട്ടുള്ള റൂട്ടിൽ തേയിലത്തോട്ടങ്ങളുടെ അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും. ലോസ് ഫാൾസ്. കൂനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 5 കിലോമീറ്റർ മാറി മേട്ടുപ്പാളയം റോഡിൽ കറ്റേരി പാർക്കിനടുത്ത് ഫോറസ്റ്റ് ഏരിയയിലാണ് ഈ വാട്ടർഫാൾസിന്റെ ലൊക്കേഷൻ വരുന്നത്. റോഡിൽ നിന്ന് തന്നെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കാടിനുള്ളിലൂടെ നടന്ന് വാട്ടർഫാൾസിലെത്താം. സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടേക്ക് എൻട്രി ഫീ ഒന്നും വരുന്നില്ല. കറ്റേരി പാർക്ക്.
ലോസ് ഫാൾസിനടുത്ത് കൂനൂർ മേട്ടുപ്പാളയം റോഡിലാണ് ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഗാർഡനിൽ നിന്ന് മലനിരകളുടെയും തേയിലത്തോട്ടങ്ങളുടെയും വ്യൂ ഒക്കെ കാണാൻ പറ്റും. കുട്ടികൾക്കായി ചെറിയൊരു പ്ലേ ഏരിയയും വരുന്നുണ്ട്. 40 രൂപയാണ് ഇവിടുത്തെ ചാർജ്. രാവിലെ 8 മണി മുതൽ 6 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.